ഹാലലുയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 18-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സ്തുതിനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ കർത്താവേ ജനത്തോട് സംസാരിക്കണം. കർത്താവേ, ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. അടിയൻ്റെ കുറവുകളെ, തെറ്റുകളെ സമർപ്പിക്കുന്നു. നോട്ടത്തിലോ നടപ്പിലോ ചിന്തയിലോ വന്നുപോയ എല്ലാ കുറവുകളെ സമർപ്പിക്കുന്നു. അവിടുന്ന് അശുദ്ധികളെ മാറ്റി ശുദ്ധീകരിക്കണം. വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ. കർത്താവ് ഇന്ന് വചനമായി നിൽക്കുമ്പോൾ അനേകർ പല പ്രയാസത്തിൽ നിൽക്കുന്നവരുണ്ട്, പല പ്രയാസത്തിൽ നിൽക്കുന്ന ജനമുണ്ട്. കർത്താവ് നീ ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. യേശുവേ, അങ്ങ് സംസാരിക്കണം. ജനത്തിൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷകനും എൻ്റെ കൊമ്പും ഗോപുരവുമാകുന്നു. ദാവീദിന് പറയുവാനുള്ളത്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേ, ഒരുവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തെ പാലിക്കുന്നു, വചനത്തെ അനുസരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദാവീദിന് പറയുവാനുള്ളതാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവേ, എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമുക്ക് ഈ ദാവീദിനെ പോലെ ഒന്ന് പറയുവാൻ, ദാവീദിനെ പോലെ ഉള്ളിലൊന്ന് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ജയം പകരുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും ഗോപുരവുമാകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏക ഒരു നാമം, യേശുക്രിസ്തുവിൻ നാമം. ആ യേശുവിൻ്റെ നാമത്തിലൂടെ അല്ലാതെ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. അവൻ തൻ്റെ അവസാന തുള്ളി മാനവരാശിക്ക് വേണ്ടി, മാനവ കുലത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ശരീരത്തെ താൻ യാഗമായി സമർപ്പിച്ച് തൻ്റെ അവസാന തുള്ളി രക്തം അത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ വാർന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ ദാവീദിനെ പോലെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തെ കരുതുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചെങ്കിൽ നിശ്ചയമായി നമുക്ക് ബലം പകരുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷ പ്രാപിക്കുകയും മരണവർഷങ്ങൾ എന്നെ ചുറ്റി അഘോരങ്ങൾ എന്നെ ഭ്രമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ രക്തബന്ധങ്ങൾ, സഹോദരങ്ങൾ, കൂട്ടുസഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ നമ്മൾക്കെതിരെ ശത്രുവാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസവും വളരെ ദുഃഖിക്കുന്ന അവസ്ഥയാണ്, ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയാണ്. എന്നാൽ അവിടുന്നെല്ലാം വിടുവിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയം ദൈവത്തിൽ വച്ചാൽ നിശ്ചയമായി നമ്മളെ വിടുവിക്കുന്നവനായ ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ ശൂന്യ അവസ്ഥയാണോ, ഞെരുക്ക അവസ്ഥയിലാണോ, രക്തബന്ധത്താൽ നിനക്ക് ശത്രുതയാണോ, നിന്നെ ഉപദ്രവിക്കുന്ന രക്തബന്ധമുണ്ടോ, കൂട്ടു സഹോദരന്മാരുണ്ടോ, മക്കളുണ്ടോ? നീ ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. അവനെ നീ വിശ്വസിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി നിൻ്റെ പ്രശ്നത്തിന് അവൻ പരിഹരിക്കുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയുമായ എൻ്റെ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. നമ്മുടെ ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, നമ്മുടെ കഷ്ടതയുടെ മധ്യയിൽ, നമ്മുടെ പ്രശ്നത്തിൻ്റെ മധ്യയിൽ, മക്കളിലുള്ള പ്രശ്നം, സഹോദരനാലുള്ള വിഷയം, നമ്മുടെ വിഷയത്തിൻ്റെ മധ്യയിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം മനസ്സിൽ നമുക്ക് പറയുവാൻ സാധിക്കണം. നമ്മുടെ ശബ്ദം പുറപ്പെടുവിക്കുവാൻ, പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറയുവാൻ സാധിക്കണം. എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ കർത്താവ് വലിയവനാണ്, എൻ്റെ വിഷയം ചെറുതാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ ജയിക്കും, എൻ്റെ യേശു കർത്താവിനാൽ ഞാൻ ജയം പ്രാപിക്കുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയുമായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. നമ്മുടെ ജീവിതത്തിലും ദാവീദിനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം. കഷ്ടമധ്യത്തിൽ, ഞെരുക്കത്തിൻ്റെ മധ്യയിൽ, പല വിഷയത്തിൻ്റെ മേൽ നമ്മൾ നിൽക്കുമ്പോൾ നീ പറയുവാൻ സാധിക്കണം. അതിൻ്റെ 29-ാം വാക്യം, നിന്നാൽ ഞാൻ പടക്കൊട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ മുന്നിൽ വലിയ ഒരു മതിലുണ്ട്, വലിയ ഒരു തടസ്സമുണ്ട്. നീ പറയണം, എൻ്റെ യേശുവിനാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ യേശുവിനാൽ എൻ്റെ മുമ്പിലുള്ള സാമ്പത്തിക വിഷയം ഞാൻ ചാടിക്കടക്കും. എൻ്റെ യേശുവിനാൽ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചാടിക്കടക്കും. എൻ്റെ യേശുവിനാൽ എൻ്റെ ബിസിനസ് മേഖലകളെ തകർച്ച അവസ്ഥ, അതിൻ്റെ മുന്നിലുള്ള മതിലുകളെ ഞാൻ ചാടിക്കടന്ന് അത് സമൃദ്ധി നൽകും. ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമ്പോൾ നിശ്ചയമായി എനിക്ക് സമൃദ്ധി നൽകുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ, നിശ്ചയമായി ഞാൻ എൻ്റെ പിന്നിലുള്ള വിഷയത്തിന്മേൽ, മുന്നിലുള്ള മതിലിനെ ഞാൻ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ എൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ചയില്ലാത്ത അവസ്ഥ, മുന്നിൽ നിൽക്കുന്ന മതിൽ ഞാൻ ചാടിക്കടക്കും. എനിക്ക് ഉയർച്ച തരുന്ന ദൈവം, എൻ്റെ ഉയർച്ച എനിക്ക് നൽകുന്നത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയരുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരുന്നു. എൻ്റെ സഹായം ആകാശത്തും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ വേളയിൽ അനേകം മതിലുകൾ അടഞ്ഞ അവസ്ഥകളുണ്ട്. ഫൈനാൻസ് മേഖലകൾ അടഞ്ഞ അവസ്ഥ,
ഭവനത്തിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ അവസ്ഥ, അതിൻ്റെ മുന്നിലുള്ള മതിലിൻ്റെ അവസ്ഥ, ഫൈനാൻസ് മേഖലകൾ മതിലിനാൽ അടഞ്ഞ് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത എല്ലാ യെരിഹോ മതിലിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ അത് വ്യക്തിമണ്ഡലങ്ങളെന്ന് മാറട്ടെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ മുന്നിലുള്ള മതിലിനെ നോക്കി നീ ഭയപ്പെടാതെ, ഈ മതിൽ ചെറുതാണ്, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ പ്രശ്നം ചെറുതാണ്, എൻ്റെ കർത്താവ് വലിയവനാണെന്ന് നീ പ്രഘോഷിക്കുമ്പോൾ, നീ വാഗൊണ്ട് വിളിച്ചു പറയുമ്പോൾ, നിശ്ചയമായി നിൻ്റെ പ്രശ്നത്തിന് മേൽ അവൻ പരിഹാരം ചെയ്യുവാൻ, അവൻ ജയം പകരുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ മുന്നിലുള്ള മതിലിനെ നീ ചാടിക്കടക്കുവാൻ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി, നീ കർത്താവിനെ ആശ്രയിക്കുന്നവനായി, നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവനായി മാറണം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും, എൻ്റെ രക്ഷയായ എൻ്റെ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. നിൻ്റെ മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്, വലിയ മതിലുണ്ട്. ഒരുപക്ഷെ മനുഷ്യന് സഹായിക്കുവാൻ പറ്റാത്ത ചില വിഷയത്തിന് മേൽ കടന്നു പോകുന്ന ചില വ്യക്തികൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ വ്യക്തി ജീവിതമേ, നീ കർത്താവിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി നിൻ്റെ മുന്നിലുള്ള പ്രശ്നം, നിൻ്റെ മുന്നിലുള്ള പ്രയാസങ്ങൾ, നിൻ്റെ മുന്നിലുള്ള കടഭാരങ്ങൾ, നിൻ്റെ മുന്നിലുള്ള മതിൽ പോലെ നിൽക്കുന്ന ഫൈനാൻസ് മേഖലകൾ, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ജപ്തിയവസ്ഥകൾ, അതെല്ലാം മാറ്റുവാൻ എൻ്റെ ദൈവത്താൽ സാധിക്കും. എൻ്റെ ദൈവത്താൽ സകലതും സാധിക്കും. അവൻ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോടാക്കി തൻ്റെ ഭക്തന്മാർക്ക് അനുകൂലമാക്കി മാറ്റുന്ന ദൈവമാണ്. അവൻ സർവ്വത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം. നീ വിശ്വസിച്ചാൽ നിൻ്റെ മുന്നിലുള്ള മതിലുകളെ മാറ്റുവാൻ എൻ്റെ ദൈവം അവൻ സർവശക്തനായ ദൈവമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക കുടുംബങ്ങൾക്ക്, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ മുന്നിൽ വലിയ മതിലായി, അത് കടഭാരത്താൽ നിൽക്കുന്ന വ്യക്തിമണ്ഡലമേ, വലിയ മതിലുപോലെ കടഭാരത്തിൽ നിൽക്കുകയാണ്. ഇത് ചെയ്താൽ, ഇത് നഷ്ടപ്പെട്ടാൽ മരിക്കണമെന്ന് വിളിച്ചു പറയുന്ന കുടുംബമണ്ഡലമേ, ഊഹിക്കുന്ന, ചിന്തിക്കുന്ന, നിരൂപിക്കുന്ന വ്യക്തിമണ്ഡലമേ, ആ മതിലുകളെ കടത്തുവാൻ എൻ്റെ ദൈവം അതിൻ്റെ മേൽ നിൻ്റെ ജീവിതങ്ങളിൽ ആയിരക്കണക്കിന് വ്യക്തിമണ്ഡലങ്ങൾക്ക് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കടന്നു പോകുവാൻ പറ്റാതെ മുന്നിലുള്ള കടഭാരത്തെ എൻ്റെ യേശുവിനാൽ, എൻ്റെ കർത്താവിനാൽ ഞാൻ ജയിക്കും. ഈ മതിലിനെ, യെരിഹോ മതിലിനെ ഞാൻ ഉടച്ചുകൊണ്ട് മുന്നേറി ജയം പ്രാപിക്കുമെന്ന് ആര് പ്രഖ്യാപിക്കുന്നുവോ, ആര് ആമേന്ന് പറയുന്നുവോ, അവർക്ക് നിശ്ചയമായി ജയം നൽകുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. നിന്നാൽ ഞാൻ എൻ്റെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങളെ കാണുമ്പോൾ നീ പറയണം, എൻ്റെ പ്രശ്നം ചെറുതാണ്, ഞാൻ സേവിക്കുന്ന ദൈവം സർവത്തിൻ്റെയും അഖിലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും യജമാനായ ദൈവമാണെന്ന് നിനക്ക് പറയുവാൻ സാധിക്കുമ്പോൾ നിശ്ചയമായി നിനക്ക് ജയം പകരുന്ന, നിനക്ക് വിജയം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. യെശയ്യാപ്രവചനം അതിൻ്റെ 49 അധ്യായം അതിൻ്റെ 16 വാക്യം, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്നു, നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മളെ അവൻ കൈകളിൽ വെച്ചിരിക്കുകയല്ല, അവൻ്റെ കരങ്ങളിൽ നമ്മളെ വരച്ചിരിക്കുകയാണ്. നിന്നെയും എന്നെയും അവൻ്റെ ഉള്ളം കൈകളിൽ വെച്ചിരിക്കുകയല്ല, അവൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. നിൻ്റെ ഭൂമിയിലുള്ള ഈ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവൻ ഒരുക്കിയിരിക്കുകയാണ്. നീ വിശ്വസിക്കുക. എൻ്റെ മുന്നിലുള്ള ഈ മതിലിനെ ഞാൻ ജയിച്ച് മുന്നേറുവാൻ എൻ്റെ കർത്താവ് എനിക്ക് പുതുവാതിലുകളെ, പുതുവഴികളെ, എൻ്റെ മുന്നിലുള്ള
മുന്നിലുള്ള മതിലുകളെ അവൻ ഇടിച്ച് നിരത്തി എനിക്ക് വേണ്ടി അവൻ അത്ഭുതത്തെ ചെയ്തു എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ, അത്ഭുതം പ്രവർത്തിച്ച ഒരു യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനം അതിൻ്റെ 14-15 വാക്യങ്ങൾ, 49-ൻ്റെ 14-15 വാക്യം. സിയോനെ, യഹോവേ എന്നെ ഉപേക്ഷിച്ചു, കർത്താവെന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം നിന്നെ അവൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. അവൻ നിൻ്റെ ഉള്ളം കരങ്ങളിൽ നിന്നെ അവൻ വരച്ചു വെച്ചിരിക്കുകയാണ്. അവൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, അവൻ്റെ കരങ്ങളിൽ നിന്ന് നിന്നെ പറിച്ചു കൊണ്ടുപോകുവാൻ, എടുത്തു കൊണ്ടുപോകുവാൻ ആർക്കും സാധ്യമല്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള മതിലുകളെ അത് ഇടിക്കുവാൻ കഴിയുന്നവനായ ദൈവം, നിൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങളെ, മതിലുപോലെ നിൽക്കുന്ന പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിയുന്നവനായ എൻ്റെ ദൈവം, നീ ആ കർത്താവിൽ ആശ്രയിച്ചാൽ നിശ്ചയമായി അവൻ നിനക്ക് ജയം പകരുന്ന ദൈവമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അതിൻ്റെ 13-ാം വാക്യം 49-ൻ്റെ, ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമി ആനന്ദിക്കുക, പർവ്വതങ്ങളെ പൊട്ടി ആർക്കുവിൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, അരിഷ്ടന്മാരുടെ കരുണ കാണിക്കുന്നു. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മളെ അനേകർ ആശ്വസിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്ത് എന്നാൽ അവിടെല്ലാം നമുക്ക് ആശ്വാസം കിട്ടത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം പകരുന്ന, നമുക്ക് സ്നേഹം പകരുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സർവ്വത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. ആ കർത്താവിൽ മാത്രമേ നമുക്ക് കരുണ ലഭിക്കത്തുള്ളൂ. ആ കർത്താവിൽ മാത്രമേ നമുക്ക് ആശ്രയം ലഭിക്കത്തുള്ളൂ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തൻ്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു. തകർന്നിരിക്കുന്ന ജനത്തെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, പ്രയാസപ്പെടുന്ന ജനത്തെ വിടുവിക്കുന്നവനായ കർത്താവ്, നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള മതിലുകളെ അതേ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മുന്നിലുള്ള വിഷയത്തെ ഞാൻ ജയം പ്രാപിക്കും, മുന്നേറും, ഞാൻ ജയിക്കും, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനാൽ ജയം പ്രാപിക്കുമെന്ന് നമ്മുടെ മുന്നിലുള്ള മതിലുകളെ കണ്ടുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അവൻ നിന്നെ അവൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുകയല്ല, അവൻ്റെ ഉള്ളം കരങ്ങളിൽ നിന്നെ വരച്ചു വെച്ചിരിക്കുകയാണ്. നിന്നാൽ ഞാൻ എൻ്റെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ ദൈവത്താൽ എൻ്റെ മുന്നിലുള്ള പ്രശ്നത്തെ ഞാൻ ചാടി കടക്കും. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ദൈവത്താൽ ഞാൻ ചാടിക്കിടക്കും. എൻ്റെ വിഷയത്താൽ ഞാൻ ഭാരപ്പെടുന്ന, ഞാൻ നീറപ്പെടുന്ന, ഞാൻ പ്രയാസപ്പെടുന്ന എൻ്റെ മുന്നിലുള്ള മതിലുകളെ ഞാൻ എൻ്റെ ദൈവത്താൽ, എൻ്റെ കർത്താവിനാൽ ഞാൻ ജയം പ്രാപിക്കും. ഞാൻ മുന്നേറുമെന്ന് ആര് പറയുന്നുവോ നിശ്ചയമായി അവരുടെ മുന്നിൽ ചില വാതിലുകളെ തുറക്കും. നിശ്ചയമായി വാതിലുകളെ തുറക്കും. നീ വിശ്വസിക്കുക. നിൻ്റെ വിഷയത്തിൻ്റെ മേൽ കർത്താവ് വഴികളെ തുറക്കും.
തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. തൻ്റെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, നിശ്ചയമായി അവർക്ക് കർത്താവ് നല്ല ഭാവി ജീവിതങ്ങളെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാഹ്വാനം ചെയ്യുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അതെ, എൻ്റെ ദൈവത്താൽ ഞാൻ പ്രശ്നത്തിൻ്റെ മേൽ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ വിഷയത്തിൻ്റെ മേൽ ജയിക്കും. എൻ്റെ മുന്നിലുള്ള മതിൽ ചാടിക്കടന്ന് എനിക്ക് ജയം നൽകുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് ജയം പകരുന്ന ഒരു ദൈവമുണ്ട്. ഒരു ജയം പകരുന്ന ഒരു യേശു കർത്താവുണ്ടെന്ന് നീ പ്രഖ്യാപിക്കുമ്പോൾ, നീ ആമേൻ പറയുമ്പോൾ, നിശ്ചയമായി നിനക്ക് അത്ഭുതത്തെ ചെയ്യുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഈ വേളയിൽ അനേക വ്യക്തി ജീവിതങ്ങൾ വളരെ ഭാരപ്പെട്ട് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ മുന്നിലുള്ള ചില മതിലുകളെ സ്വർഗം ഇന്ന് മാറ്റിയ ദിവസമാണ്. നിൻ്റെ മുന്നിലുള്ള ചില പ്രശ്നങ്ങളെ, മതിലുപോലെ നിൽക്കുന്ന പ്രശ്നം, ആർക്കും സഹായിക്കുവാൻ പറ്റത്തില്ല, ആർക്കും കരുണ കാണിക്കുവാൻ പറ്റാത്ത ചില വിഷയത്തിൻ്റെ മേൽ, കരുണ കാണിക്കുവാൻ ആർക്കും പറ്റാത്ത ചില മതിലുപോലെ നിൽക്കുന്ന വിഷയത്തെ യേശു കർത്താവ് ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ്. നീ വിശ്വസിച്ച് ആമേയെന്ന് ഏറ്റെടുക്കുമ്പോൾ അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നിന്നാൽ ഞാൻ എൻ്റെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം കാണുമ്പോൾ അതിൽ ഭാരപ്പെടാതെ എൻ്റെ ദൈവത്താൽ ഞാൻ ജയം പ്രാപിക്കും. എൻ്റെ കർത്താവിനാൽ ഈ പ്രശ്നത്തിന് മേൽ, ഈ മതിൽ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മതിലിനെ ഇടിച്ച് ഞാൻ ജയിക്കും, ഞാൻ എൻ്റെ കുടുംബവും ജയം പ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ അത്ഭുതത്തെ ചെയ്യുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. നീ പറയണം, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മതിൽ ചെറുതാണ്, എൻ്റെ ദൈവമോ അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും യജമാനനായ ദൈവമാണ്. ആ കർത്താവിനാൽ ഞാൻ ഈ മതിൽ ചാടിക്കടന്ന് ജയം പ്രാപിക്കും. എനിക്ക് ജയം പകർന്നിരിക്കുന്നു, എനിക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് നീ പ്രഖ്യാപിക്കുമ്പോൾ നിൻ്റെ വിഷയത്തിൻ്റെ നിൻ്റെ മുന്നിലുള്ള ചില മതിലുകളെ ഇടിഞ്ഞു പോകുന്നതായി കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക കുടുംബങ്ങൾ നീറുന്ന കണ്ണുനീരോടെ ഇരിക്കുന്ന വ്യക്തിമണ്ഡലമേ, പ്രിയ മാതാവേ, പ്രിയ സഹോദര, നീ ഭാരപ്പെടേണ്ട. നിൻ്റെ മുന്നിലുള്ള ചില മതിലുകളുണ്ടല്ലോ, ഫൈനാൻസ് മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ തകർന്നിരിക്കുന്ന ചില മതിലുകൾ, അതിന് കർത്താവ് നിനക്ക് പൊതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ റബല്ല ഹന്തുരിയ, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ മാത്രം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നിൻ്റെ മുന്നിലുള്ള ചില മതിലുകൾ, ചില കരയുന്ന മാതാവേ, പിതാവേ, നിൻ്റെ മുന്നിലുള്ള ചില മതിൽ പോലെ നിൽക്കുന്ന വിഷയത്തിന് മേൽ കർത്താവ് ചില വഴികളെ തുറന്നിരിക്കുകയാണ്, ചില അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നിന്നാൽ ഞാൻ എൻ്റെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമ്മുടെ എല്ലാ വിഷയത്തിൻ്റെ മേൽ മുന്നിൽ നിൽക്കുന്ന എല്ലാ മതിലുകളെ ഇന്ന് കർത്താവ് അതേ ജയം നൽകിയിരിക്കുകയാണ്. നിൻ്റെ മുന്നിലുള്ള മതിലും പോലെ നിൽക്കുന്ന വിഷയങ്ങളെ ദൈവം ഉടച്ചുകൊണ്ട്, മുന്നിൽ എരിഹോ പോലെ മതിൽ പോലെ നിൽക്കുന്ന ചില മതിലുകളെ ദൈവം ഉടച്ചുകൊണ്ട് നിൻ്റെ എല്ലാ മേഖലക്കും കർത്താവ് ഇന്ന് സമർത്ഥി നൽകിയിരിക്കുകയാണ്. അവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. അവൻ പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഈ വചനത്താൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കൂടി വന്ന ഓരോ ജനത്തെയും സമർപ്പിക്കുന്നു. കർത്താവേ, അവർ ഭാരപ്പെടുന്ന അനേക വിഷയത്തിൻ്റെ മേൽ മതിലുപോലെ നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹായിക്കുവാൻ പറ്റാത്ത, ഒരു മനുഷ്യന് പരിഗണിക്കുവാൻ പറ്റാത്ത അനേക വിഷയത്തിന് മേൽ ഭാരപ്പെടുന്ന അനേക വ്യക്തിമണ്ഡലങ്ങൾ യൂറോപ്പിൻ്റെ മണ്ണിലും ഗൾഫിൻ്റെ മേഖലയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന അനേകരുണ്ട്. വലിയ മതിലുപോലെ
ഇതുപോലെ വിഷയങ്ങൾ കർത്താവെ അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ വിഷയങ്ങളിൽ അവിടെ നിന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനാൽ അതിൻ്റെ മേൽ കർത്താവ് പുതുവാതിലുകളെ തുറന്നതിനാൽ ഉയർന്നു നിൽക്കുന്ന ചില മതിലുകൾ, ചില എരിഹോ കോട്ടകളെ കർത്താവിന് ഉടച്ച് ജയം കൊടുത്ത, ജയം പകർന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നിരാശയിലും കണ്ണുനീരോടെ ഇരിക്കുന്ന ചില മാതാപിതാക്കളുടെ ചില മതിലുപോലെ നിൽക്കുന്ന വിഷയങ്ങൾ, ചില മതിലുപോലെ നിൽക്കുന്ന ഫൈനാൻസ് മേഖലകൾ, ചില മതിലുപോലെ നിൽക്കുന്ന മക്കളുടെ വിഷയങ്ങൾ, ചില മതിലുപോലെ നിൽക്കുന്ന ചില ബിസിനസ് തകർച്ചകൾ, അതിൻ്റെ മേലെല്ലാം കർത്താവെ ആ മതിലുപോലെ നിൽക്കുന്ന ആ മേഖലകളെ മുഴുവനും എൻ്റെ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചതിനായി, അവിടുന്ന് അതിശയത്തെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ഈ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു കർത്താവെ. ഓരോ വ്യക്തി ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതത്തെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.